കുട്ടികളെ ഇന്ന് നമ്മൾ 119 ക്ലാസ് 5 ചാപ്റ്റർ റെക്റ്റാങ്കിൾ മാത്ത് എന്നുള്ള ചാപ്റ്ററാണ്. അതിനകത്ത് പേജ് നമ്പർ 119 എല്ലാ ചോദ്യങ്ങളും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ വിത്ത് ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആസ് ബിലോ. റെക്റ്റാങ്കിളിൻ്റെ രണ്ട് സൈഡ്സും റെക്റ്റാങ്കിളിൻ്റെ നീളങ്ങൾ തന്നിട്ടുണ്ട് എങ്കിൽ ഏരിയാസ് കണ്ടുപിടിക്കുക. റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് എന്നുള്ള കോൺസെപ്റ്റിൽ നിങ്ങൾ എന്ത് ഇതാണല്ലോ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് മീൻസ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എപ്പോഴും ഈക്വലാണ്. ഇത് രണ്ടും ഈക്വലാണ്. അപ്പോൾ സൈഡ്സ് എന്നാൽ നീളം കൂടിയ വശം ഇത് 6 സെൻറ്റിമീറ്റർ ആണെന്നും ഈ വശം 3 സെൻറ്റിമീറ്റർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ വിഡ്ത്ത്, ഹൈറ്റ്, ലെങ്ത്ത്, ബ്രെഡ്ത്ത് അങ്ങനെ പല പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിലും റെക്റ്റാങ്കിളിനെ സംബന്ധിച്ച് നിങ്ങൾ റെക്റ്റാങ്കിൾസിൻ്റെ ലെങ്ത്ത് 6ഉം 3ഉം തന്നു എന്ന് വിചാരിച്ചാൽ നീളം കൂടിയ ഭാഗം 6 എന്നും നീളം കുറഞ്ഞ ഭാഗം 3 എന്നും നിങ്ങൾ കണക്കാക്കിക്കോണം. ദെൻ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലേ, എന്താണ്? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. ലെങ്ത്ത് ഇൻറ്റു നല്ല നിങ്ങൾ പഠിച്ചതല്ലേ, നിങ്ങൾ പഠിച്ചിരിക്കുന്നത് വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നാണോ. ഏരിയ ഇസ് ഈക്വൽ ടു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഏരിയ ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ലെങ്ത് എന്നല്ലേ. പ്രോഡക്റ്റ് ഓഫ് ലെങ്ത് മീൻസ് ഈ രണ്ട് വശങ്ങൾ തമ്മിലുള്ള പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഗുണിക്കുക. ലെങ്ത്തുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി, ഗുണിച്ചാൽ മതിയാവും. അതായത് 6 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ സ്ക്വയർ കേട്ടോ. നമ്മൾക്ക് ഈ വേർഡിങ്സിനോ ഈ വാചകങ്ങൾക്കോ ഒന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. വശങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, റെക്റ്റാങ്കിളിൻ്റെ പരപ്പളവ് എന്ന് വെച്ചാൽ വശങ്ങളുടെ ഗുണനഫലം. അതായത് 6 സെൻറ്റിമീറ്റർ ഇൻറ്റു 3 സെൻറ്റിമീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു 18 cm സ്ക്വയർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യനെ പോലെ ഇങ്ങനെ വലിച്ചു നീട്ടിട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഓഫ് സൈഡ്സ് ദാറ്റ് ഈസ് 12 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 60 സ്ക്വയർ സെൻറ്റിമീറ്റർ എഴുതണം കേട്ടോ. അല്ലെങ്കിൽ പരപ്പളവ് സമം 60 ചതുരശ്ര സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 10 cm ഇൻറ്റു 10 cm, 10 cm ആണ്. സോ ഏരിയ ഈക്വൽ ടു 10 cm ഇൻറ്റു 10 cm ദാറ്റ് ഈസ് ഈക്വൽ ടു 100 സ്ക്വയർ സെൻറ്റിമീറ്റർ. പരപ്പളവ് സമം 100 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇങ്ങനെ ഷോർട്ടാക്കി എഴുതാം കേട്ടോ, കുത്തിട്ട് എഴുതിയാൽ. ഫോർത്ത് ക്വസ്റ്റ്യൻ, 8 മീറ്റർ 5 മീറ്റർ. ഇത്ര നേരം സെൻറ്റിമീറ്റർ ആയിരുന്നു, ഇപ്പോൾ മീറ്ററിലേക്ക് മാറി. അപ്പോഴും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏരിയ എഴുതുമ്പോൾ നമ്മൾ എന്താ എഴുതണം, ഏരിയ ഈക്വൽ ടു 8 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 സ്ക്വയർ സെൻറ്റിമീറ്ററിന് പകരം നമ്മളിവിടെ എഴുതേണ്ടത് എന്താ, മീറ്റർ. 40 സ്ക്വയർ മീറ്റർ. പരപ്പളവ് സമം 40 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ല, ചതുരശ്ര മീറ്റർ, അത്രയേ പാടുള്ളൂ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 11 മീറ്റർ, 7 മീറ്റർ ആർ ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ. സോ ഏരിയ ഈക്വൽ ടു 11 × 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 77 സ്ക്വയർ മീറ്റർ. പരപ്പളവ് സമം 77 ചതുരശ്ര മീറ്റർ. ഡ്രോ റെക്റ്റാങ്കിൾസ്. ചതുരങ്ങൾ വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, പക്ഷേ വശങ്ങളല്ല തന്നിരിക്കുന്നത്. എന്താണ്? ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നും പെരിമീറ്റർ 14 cm എന്ന് വേണം. അപ്പോൾ ഞാൻ വെറുതെ റഫായിട്ടൊരു ചിത്രം ആദ്യം വരച്ചൊന്ന് കാണിച്ചേക്കാം നിങ്ങൾ. അതായത് പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ സൈഡും
ഈ സൈഡും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 14 കിട്ടണം. എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂട്ടിയാൽ 7 കിട്ടണം, ഇത് രണ്ടും കൂട്ടിയാൽ 7 കിട്ടണം എന്നർത്ഥം. ശരിയല്ലേ? 7 7 14. പിന്നെ ഒരു കോൺസെപ്റ്റ് അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ ഏരിയ, അതായത് ഈ സൈഡ് ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് ദ സൈഡ്സ്, പ്രൊഡക്റ്റ് ഓഫ് ദ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 12. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 12. അതായത് ഇത്രയേ ഉള്ളൂ കാര്യം. രണ്ട് നമ്പേഴ്സ് ഒരേപോലത്തെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടണം. അതേ സംഖ്യ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 12 വരാൻ സാധ്യതയുള്ള എല്ലാ നമ്പറും നമ്മളൊന്ന് എഴുതി നോക്കുക. 1 × 12 12 ആണ്. 2 × 6 12 ആണ്. 3 × 4 12 ആണ്. ഇനി ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിനകത്ത് 12 1 കൂട്ടിയാൽ 7 കിട്ടുമോ? 6 2 കൂട്ടിയാൽ 7 കിട്ടുമോ? 4 3 കൂട്ടിയാൽ 7 കിട്ടുമോ? കിട്ടും. അപ്പം ഇതാണ് നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ 3 എന്നും, അല്ല ഇവിടെ 3 എന്നും ഇവിടെ 4 എന്നും കൊടുക്കുക. ഇവിടെ 3 എന്നും ഇവിടെ 4 എന്നും കൊടുക്കുക. 4 3s are 12. 3 + 4 7. ഐഡിയ മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ചിത്രം വരച്ചാൽ മതിയാവും. ഇന്ന് നമുക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത്, ലെങ്ത്തുകൾ എത്രയൊക്കെയായിട്ട് കിട്ടിയത്? 4 cm, 3 cm. ഇനി 4 cm 3 cm ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു റെക്റ്റാങ്കിൾ വരച്ചാൽ മതിയാവും. നോക്ക്, ഇവിടുന്ന് കറക്റ്റ് 4 വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. 4 വരച്ചു. ഇനി എന്ത് ചെയ്യണം? കുത്തിനെ മുകളിലേക്കുള്ള പൊക്കത്തിന് നമ്മൾ എന്ത് ചെയ്യുക? പ്രൊട്രാക്ടറോ സെറ്റ് സ്ക്വയറോ ഉപയോഗിക്കുക കേട്ടോ. കറക്റ്റ് 90 ഡിഗ്രി അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചാലും മതിയേ. ഇവിടുന്ന് എത്ര എടുക്കണം? 3 cm ആണ്. അപ്പം ഞാനൊരു 8 വരെയൊക്കെ എടുത്തിട്ട്, ഇത് ഈ പൊക്കം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ എടുത്തതേ ഉള്ളൂ. എത്ര നമുക്ക് ഹൈറ്റ് വേണ്ടത്? 1 2 3 ഇത്രയേ പാടുള്ളൂ. എല്ലാ വശവും നിങ്ങൾക്ക് 90 തന്നെ കിട്ടണം. അതിന് വേണ്ടി എന്ത് ചെയ്യുക? ഈ പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് വീണ്ടും 90 മെഷർ ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുക? നമ്മൾ വീണ്ടും 3 എടുക്കുക. നീളം കൂട്ടി വെച്ചാൽ നമ്മൾ കൗണ്ട് ചെയ്ത് കറക്റ്റ് 3 എടുത്തോണേ. 1 2 3 ഇത്രേ ഉള്ളൂ. 3 അല്ല 4, സോറി. 1 2 3 4. ഒരു മിനിറ്റ്, ഇവിടെ നിന്നും കൂടി 90 എടുത്തിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാവേ, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റി പോയാലോ. ഇവിടെ നമ്മൾ 90 എടുത്തു. ഇതിലെടുത്ത് വെച്ച് മായ്ക്കുമ്പം പോവുക. ഇങ്ങോട്ടേക്ക് 3. കുറച്ചുകൂടി നിങ്ങൾ വലിയ ക്ലാസ് ചെല്ലുമ്പോൾ കോമ്പസ് കൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പഠിക്കും കേട്ടോ. അപ്പം കുറച്ചുകൂടി ഈസി ആവും കേട്ടോ നമുക്ക് വരയ്ക്കാൻ. ഇതാ കണ്ടോ, കറക്റ്റ് ഈ ഡോട്ടിൽ കൂടെ തന്നെ കടന്നു പോകുന്നുണ്ടോ? എല്ലാം മാഞ്ഞു പോയി. നിങ്ങൾ നന്നായിട്ടൊക്കെ ചെയ്തോണേ. ടീച്ചറെ ഈ മാർക്കറിലായതുകൊണ്ട് അത്ര കറക്റ്റ് ആവത്തില്ല. അപ്പോൾ ദിസ് ഈസ് 4 cm, ഇത് 3 cm. ഏരിയ 4 3s are 12 വന്നു. പെരിമീറ്റർ 14. 4 3 7, ഇവിടെ 4 3 7, 7 7 14. കറക്റ്റ് അല്ലേ? അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഈക്വൽ ടു 12 cm സ്ക്വയർ ആൻഡ് പെരിമീറ്റർ ഈക്വൽ ടു 16 cm. നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടണം. രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 16 ആണോ? അല്ല, 16ൻ്റെ പകുതിയായ 8 വേണം. അല്ല, രണ്ട് സൈഡ് കൂട്ടുമ്പോൾ 8. അങ്ങനെയല്ലേ 8 8 16 വരുന്നത്. ആഡ് ചെയ്യുമ്പോൾ 8. അപ്പോൾ നമ്മൾ 12ൻ്റെ പ്രോഡക്റ്റ് എടുത്തു. ആരൊക്കെയാണ്? എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റ് കംപ്ലീറ്റ് എടുക്കുക. 1 × 12 12, 2 × 6 12, 3 × 4 12. ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്ത് 8 കിട്ടും? ഇത് മാത്രമേ ഉള്ളൂ സാധ്യത. അപ്പോൾ ആൻസർ എന്താണ്? 6 ഉം 2ഉം. 6 ഉം 2ഉം. അപ്പോൾ നമ്മൾ ചിത്രം വരയ്ക്കുക. എന്താണ്? 6 cm ലെങ്ത്തിൽ ഒരു വര വരച്ചു. ദെൻ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? കുത്തിനെ മുകളിലേക്ക് വരച്ച് നിങ്ങൾ എടുത്തോണേ. ഞാനിപ്പോൾ അതങ്ങനെ ചെയ്യുന്നില്ല. അത് ഞാൻ ഇനി പ്രൊട്രാക്ടർ കൊണ്ടുവയ്ക്കുമ്പോൾ ഈ വര അങ്ങ് പടർന്നു പോകും. അതുകൊണ്ട് മുകളിലേക്ക് നമ്മൾ എത്ര ഹൈറ്റ് എടുക്കണം? 2 cm. ശരിക്കും നിങ്ങൾ പ്രൊട്രാക്ടറോ സെറ്റ് സ്ക്വയറോ ഉപയോഗിച്ച് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ 2 cm നമ്മൾ മുകളിലേക്ക് എടുത്ത് വരച്ച് എന്ത് ചെയ്തു? റെക്റ്റാങ്കിൾ പൂർത്തിയാക്കുക.
സോ ദിസ് ഈസ് 8 cm, സോറി 6 cm, ഇത് 2 cm. ശരിയല്ലേ? 6 2s are 12 വരും. 6 + 6 12, 2 2 4, 12 4 16. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ 12 cm 26 cm. 26 ഒക്കെ വരുമ്പം ഞെട്ടിപ്പോകുന്നു വേണ്ട, വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 12 വരുന്ന കേസ് എടുക്കുക. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം നമുക്ക്? 26 ഇവിടെ പെരിമീറ്റർ കൊടുത്തിരിക്കുന്നത്. ആഡ് ചെയ്യുമ്പോൾ 26ൻ്റെ പകുതി എത്ര? 13. അപ്പം 12ൻ്റെ ടേബിൾ നോക്കി. 1 × 12, 2 × 6, 3 × 4. ആഡ് ചെയ്യുമ്പോൾ 13 വരുന്ന ഒറ്റ കേസല്ലേ ഉള്ളൂ. സോ 12 1. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 12 cm ലെങ്ത്തിൽ വരയ്ക്കുന്നു. 12 cm വരച്ചു. ഹൈറ്റ് എത്രയാണ് വേണ്ടത്? 12 1. കറക്റ്റ് 1 പാടില്ല, കറക്റ്റ് 1 എടുക്കുക. ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് 1 എടുത്തു. ഇതങ്ങ് പൂർത്തിയാക്കുക. $12 cm and 1 cm. ക്ലിയർ അല്ലേ? അടുത്തത് 4th ക്വസ്റ്റ്യൻ. എന്താണ്? ഏരിയ എന്ന് പറയുന്നത് 5 cm², പെരിമീറ്റർ 12 cm. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടണം. അതേ നമ്പർ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 12ൻ്റെ പകുതിയായ 6. അതാകെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 വരുന്ന 1 × 5 അല്ലേ ഉള്ളൂ. 1 + 5 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ലെങ്ത് എന്ന് പറയുന്നത് 5. നല്ല എളുപ്പമുണ്ടല്ലേ ചെയ്യാൻ? അവസാനത്തൊക്കെ നിങ്ങൾ തന്നെ ടീച്ചറിൻ്റെ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കണം. തന്നെ ചെയ്ത് വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ എന്ന് പിന്നെ രണ്ടാമത് ചെക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഫുള്ള് തന്നെത്താൻ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കൊന്നും കിട്ടാതെ വരും. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഇൻ്റലിജൻസ് കൂട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് ആ ടീച്ചറിൻ്റെ ശരി വീഡിയോ നിർത്തി വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? മുമ്പോട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ശരിയാണോ എന്നറിയാൻ വീണ്ടും നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കണം. ഓക്കെ, അങ്ങനെ ചെയ്യല്ലേ? കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഏരിയ എന്ന് പറയുന്നത് 5 cm², പെരിമീറ്റർ 5 അല്ലല്ലോ 8 cm², പെരിമീറ്റർ 12 ആണ്. അപ്പം സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ 12ൻ്റെ പകുതിയായ 6 കിട്ടണം. അപ്പം 8ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ അപ്പം മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. 1 × 8 8 വരും. 2 × 4 8 വരും. സോ അപ്പം തന്നെ എഴുതാമല്ലോ. 4ഉം 2ഉം ആണ് ആൾക്കാർ. 4 2 8, 4ഉം 2ഉം 6. സോ ലെങ്ത് ഈസ് 4, ഹൈറ്റ് 2. ടീച്ചർ വരയ്ക്കുന്ന പോലെ അല്ല കേട്ടോ വരയ്ക്കേണ്ടത്. നിങ്ങൾ ശരിക്കും പ്രൊട്രാക്ടറോ കോമ്പസോ സെറ്റ് സ്ക്വയറോ ഒക്കെ ഉപയോഗിച്ച് ഹൈറ്റ് വരയ്ക്കാനുള്ളൂ. നിങ്ങൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ചെരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞേ. ഓക്കെ, 6 + 2 8. 6 അല്ലല്ലോ, സോറി, വെരി സോറി. 4 + 2 8. 8 8 4 2 6, 6 6 12 കിട്ടും. ഇനി 4 2s are 8 ഏരിയയും കിട്ടും. അതെ, ഞാൻ ചില പ്രോബ്ലമൊക്കെ ചെയ്തു വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരുന്ന പോലെ വരും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് പെട്ടെന്ന് എൻ്റെ തലയിൽ നിന്ന് പോകും. അങ്ങനെയാട്ടോ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. ഇവിടെ ഏരിയ എന്ന് പറയുന്നത് 6th ക്വസ്റ്റ്യനിൽ 9 cm², പെരിമീറ്റർ 12 cm വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 9 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 12ൻ്റെ പകുതിയായ 6 കിട്ടണം. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ 3 3s are 9, 3 + 3 ആണ് 6. അപ്പോൾ എന്തുവരും? അത് റെക്റ്റാങ്കിളാണ്, അതൊരു സ്ക്വയറായി മാറും അല്ലേ? 3 cm നമ്മളെടുത്തു, ഇങ്ങോട്ടേക്കും 3 cm എടുത്തു, ഇങ്ങോട്ടേക്കും 3 cm എടുത്തു. ദെൻ അതെല്ലാം കൂടി ജോയിൻ ചെയ്തു. 3 cm 3 cm.
ഓക്കെ, അപ്പോൾ എക്സസൈസിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടീച്ചർ അടുത്ത വീഡിയോയുമായി ഉടനെ എത്താം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. നല്ലതായിരുന്നെങ്കിൽ ടീച്ചർ നല്ലതായിരുന്നു, മോശമായിരുന്നെങ്കിൽ ടീച്ചർ മോശമായിരുന്നു എന്നൊരു കമൻറ്റ് ഇട്ടാൽ എനിക്കൊരു ഒരു ഇൻസ്പിറേഷൻ ആവും. അത് നിങ്ങൾ നന്നായിട്ട് ഇട്ടു എന്ന് പറയുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം കുറച്ചും കൂടി. മോശമാണെങ്കിൽ അത് ആ മോശമായ ഭാഗം മാറ്റി നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഹാവ് എ നൈസ് ഡേ.